ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ലോൺ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു ഫിനാൻസ് സ്ഥാപനത്തിൽ നമ്മൾ ലോൺ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ക്യാഷിൻ്റെ ആവശ്യം വന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് അത് മീറ്റ് ചെയ്യാനായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ലോൺ എൻട്രി റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ അസറ്റാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ അസറ്റ് എൻട്രിയും റെക്കോർഡ് ചെയ്യണം. അത് കൂടാതെ നമ്മൾ മാസം മാസം പേ ചെയ്യുന്ന EMIസിൻ്റെ എൻട്രിയും റെക്കോർഡ് ചെയ്യുന്നുണ്ടായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ എല്ലാം അക്കൗണ്ടിങ് എൻട്രീസ് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ലോൺ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് ഏത് സമയത്തും തിരിച്ചടയ്ക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു ലൈബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട എൻട്രി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണല്ലോ എമൗണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ HDFC ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തതെങ്കിൽ HDFCൻ്റെ ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം ലൈബിലിറ്റീൻ്റെ അണ്ടറിൽ. അതിനുശേഷം നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തിട്ടാണ് എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത്. നമ്മളൊരു കാറ് വാങ്ങി, ആ കാറ് നമ്മൾ ഫിനാൻസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്തെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ കാറിൻ്റെ ബില്ല് നമ്മൾ പർച്ചേസ് ബില്ലിൻ്റെ അണ്ടറിൽ ഒരു ഫിക്സഡ് സെറ്റായിട്ട് ബുക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ബില്ലിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് ഇതുപോലെ ലോൺ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോൺ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് വരുമ്പോഴാണ്. ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും ഇങ്ങനെ നമുക്ക് സിംഗിൾ ആയിട്ട് ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആയിരിക്കില്ല പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. നമ്മൾ മാസം EMI പേ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ പേ ചെയ്യുന്നത് ഈ ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ കൂടെ നമ്മൾ ഇൻട്രസ്റ്റും കൂടിയാണ് EMI ആയിട്ട് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻട്രി വരുന്നുണ്ടാവുക പ്രിൻസിപ്പൽ എമൗണ്ടിൽ നമ്മൾ ബാങ്ക് ലോണിന് ഡെബിറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് പോർഷനിൽ ഡെബിറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെയാണ്. നമ്മൾ എത്രയാണോ എമൗണ്ട് പേ ചെയ്യുന്നത് ആ എമൗണ്ടിന് നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രിയിൽ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ പോർഷനും കവർ ആയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ EMIൻ്റെ എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു വർഷത്തിന് താഴെയാണ് ഈ ലോൺ എടുത്തതെങ്കിൽ നമുക്ക് ഈ ലോണിനെ കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കാണിക്കാം. ഇനി അതല്ല മോർ ദാൻ 1 ഇയർ ആണ് ഈ ലോണിൻ്റെ പീരീഡ് എങ്കിൽ നമുക്ക് ഇത് ലോങ് ടേം ലൈബിലിറ്റി ആയിട്ട് ഈ ലോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. ലോണിൻ്റെ ഒരു ടാക്സ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ലോണിന് നമ്മൾ പേ ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം. അത് നമുക്ക് ടാക്സിൽ നിന്ന് കുറഞ്ഞു കിട്ടും. പക്ഷെ അതിന് 2-3 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഈ ലോണിൽ നമ്മൾ എടുക്കുന്ന എമൗണ്ട് നമ്മുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി തന്നെ ആയിരിക്കണം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഈ ലോണ് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യണം. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ആ എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടാവും. അതുപോലെ നമ്മൾ ലോണ് പേ ചെയ്യുന്ന ഈ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ഒരിക്കലും എക്സ്പെൻസ് ആയി കാണിക്കാൻ പറ്റില്ല. അത് നമ്മൾ ലൈബിലിറ്റി ആയി ക്രിയേറ്റ് ചെയ്തിട്ട് ലോൺ പേ ചെയ്യുന്ന സമയത്ത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു നോർമൽ ആയിട്ടുള്ള ബാങ്ക് ലോൺ റെക്കോർഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു അസറ്റ് വാങ്ങിക്കുന്നത് നമ്മൾ ലോൺ എടുക്കുന്നത് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്ന് കണ്ടു. ഇതിൻ്റെ എൻട്രീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ എൻട്രീസും പോസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരുപക്ഷെ നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റിൻ്റെ എൻട്രീസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ നിന്നൊക്കെ ഒരു ഇൻട്രസ്റ്റിൻ്റെ ഡോക്യുമെന്റേഷൻ കിട്ടുന്നുണ്ടാവും. അത് നമ്മൾ എല്ലാ മാസത്തെയും ഇൻട്രസ്റ്റ് പോർഷൻ EMIൻ്റെ എൻട്രിയിൽ ഇൻക്ലൂഡ് ചെയ്താൽ മതിയാവും. ഇത് പോസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കും നമ്മുടെ ഇൻട്രസ്റ്റിലേക്കും എമൗണ്ട് പോകുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.